നമസ്കാരം. മലപ്പുറം നിലമ്പൂരിൽ നാടിനെ നടുക്കിയ കൊലപാതകത്തിൽ കൂടുതൽ വിവരങ്ങൾ പുറത്തുവരികയാണ്. രാവിലെ ചായ കിട്ടാത്തതിനെ ചൊല്ലിയുണ്ടായ തർക്കത്തിനൊടുവിൽ അമ്മായിയമ്മ മരുമകളെ വെട്ടിക്കൊന്നത് പിഞ്ചു മക്കൾക്കൊപ്പം ഉറങ്ങിക്കിടക്കുമ്പോൾ കരുളായി ചെട്ടിയിൽ കുണ്ടിങ്ങൽ പുളിക്കത്തടത്തിൽ സുനിൽ ബാബുവിന്റെ ഭാര്യ 30-കാരിയായ രജിലയാണ് കൊല്ലപ്പെട്ടത്. പ്രതി ശാന്തയെ പോലീസ് കഴിഞ്ഞ ദിവസമാണ് അറസ്റ്റ് ചെയ്തത്. ഇന്നലെ രാവിലെ 6 മണിക്കാണ് ഈ ഒരു സംഭവം നടന്നത്. ഓട്ടോ ഡ്രൈവറായി സുനിൽ ബാബു ജോലിക്ക് പോയിരുന്നു. ചായ കിട്ടാതായതോടെ രോഷാകുലയായ ശാന്ത വാക്കത്തിയുമായി വന്ന മുറി തള്ളി തുറന്ന രജിലെ പലതവണയാണ് വെട്ടിയത്. ചോര ചീറ്റുന്ന അവസ്ഥയിൽ പുറത്തേക്ക് ഓടുന്നതിനിടെ രജില വാതിൽക്കൽ തളർന്നു വീണു. കുഞ്ഞുങ്ങളുടെ നിലവിളി കേട്ടെത്തിയവർ രജിലെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിച്ചുവെങ്കിലും മരണം സ്ഥിരീകരിച്ചു. കഴുത്തിലും മുഖത്തും തലയിലും കൈയിലും വെട്ടേറ്റിട്ടുണ്ട്. കഴുത്തിലെ ആഴത്തിലുള്ള മുറിവാണ് മാരകമായത്. രജിലയുടെ 10ഉം 6ഉം വയസ്സുള്ള പെൺകുട്ടികളുടെ മുന്നിൽ വെച്ചാണ് ഈ ക്രൂരത നടന്നത്. മാരകമായി മുറിവേറ്റ രജില ചോരയൊലിപ്പിച്ച് പുറത്തേക്ക് ഓടുന്നതിന്റെ വാതിൽക്കൽ തളർന്നു വീഴുകയായിരുന്നു. കുട്ടികളുടെ നിലവിളി കേട്ട് അയൽവാസികൾ ഓടിക്കൂടി. തുടർന്ന് രജിലയെ നിലമ്പൂർ ജില്ലാ ആശുപത്രിയിൽ എത്തിക്കുകയായിരുന്നു. എന്നാൽ ആശുപത്രിയിൽ എത്തും മുൻപേ മരണം സംഭവിച്ചു. പ്രതിയായ അമ്മായിയമ്മയുടെ മൊഴി കേട്ട് ഞെട്ടിയിരിക്കുകയാണ് നാടും പോലീസും. പോലീസ് എത്തിയല്ലോ, ഇനി എനിക്ക് പേടിക്കേണ്ട. രജിലയെ ക്രൂരമായി വെട്ടിക്കൊലപ്പെടുത്തിയ ശേഷമാണ് ശാന്ത പോലീസിനോട് ആ വാക്കുകൾ പറഞ്ഞത്. കൊടും കുറ്റവാളികളെ പോലും അതിശയിപ്പിക്കുന്ന ശാന്തയുടെ നിർവികാരത പോലീസ് റിപ്പോർട്ടിലും ഇടം പിടിച്ചു കഴിഞ്ഞു. ചായ വൈകിയെന്ന നിസ്സാര കാരണത്തിന് മരുമകളെ വെട്ടിവീഴ്ത്തിയ 70-കാരിയായ ശാന്ത പോലീസിനെ കണ്ടപ്പോൾ ലവലേശം പോലും പരിഭ്രാന്തിയോ സങ്കടമോ പ്രകടിപ്പിച്ചില്ല. പിഞ്ചു മക്കൾക്കൊപ്പം രജില ഉറങ്ങിക്കിടക്കുന്ന മുറി തള്ളി തുറന്ന വാക്കത്തിയുമായി കയറി വന്ന ശാന്ത യാതൊരു പ്രകോപനവുമില്ലാതെ മാരകമായി വെട്ടുകയായിരുന്നു. ആസൂത്രിതമായ കൊലപാതകമാണോ എന്ന് പോലീസ് സംശയിക്കുകയാണ്. ഓട്ടോ ഡ്രൈവറായി സുനിൽ ബാബു വീട്ടിലില്ലാത്ത സമയം നോക്കിയാണ് ആക്രമണം നടന്നത്. കൊലപാതകത്തിന് ഉപയോഗിച്ച വാക്കത്തി കണ്ടെടുക്കുകയും സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തുകയും ചെയ്തു. മക്കളായ തീർത്ഥയുടെയും ഋഷികയുടെയും കൺമുന്നിൽ നടന്ന ഈ ക്രൂരകൃത്യം കേരള മനസ്സാക്ഷി ഒന്നടങ്കം നടക്കുന്നതാണ്. കൊല്ലപ്പെട്ട രജിലയും അമ്മായിയമ്മ ശാന്തയും തമ്മിൽ വീട്ടിൽ നിരന്തരം വഴക്കുകൾ നടക്കാറുണ്ടായിരുന്നുവെന്നാണ് നാട്ടുകാർ പോലീസിന് മൊഴി നൽകിയത്. ഏറെ നാളായി പുകഞ്ഞുകൊണ്ടിരുന്ന കുടുംബ കലഹമാണ് ഇത്തരത്തിൽ രക്തച്ചൊരിച്ചിലിൽ അവസാനിച്ചതും. ചായ കിട്ടാൻ വൈകി എന്നത് ഒരു കാരണം മാത്രമാണെന്നും ശാന്തയ്ക്ക് മരുമകളോടുള്ള കടുത്ത പകയാണ് ഈ കൊലപാതകത്തിലേക്ക് നയിച്ചതെന്നുമാണ് പുറത്തു വരുന്ന വിവരങ്ങൾ. ഉറങ്ങിക്കിടന്ന അമ്മയെ അമ്മുമ്മ വെട്ടുന്നത് കണ്ട് തടയുവാൻ ശ്രമിച്ച പിഞ്ചുമക്കളെ ശാന്ത ക്രൂരമായി തള്ളിമാറ്റി. 10ഉം 6ഉം വയസ്സുള്ള പെൺകുട്ടികളുടെ കരച്ചിലോ യാചനയോ വകവയ്ക്കാതെയായിരുന്നു ഈ കൊലപാതകം. സംഭവ ദിവസം രാവിലെ ശാന്ത ഗ്യാസ് അടുപ്പിൽ ചായ ഉണ്ടാക്കുവാൻ വെള്ളം വെച്ചിരുന്നു. എന്നാൽ രജില ആ വെള്ളം എടുത്ത് കളഞ്ഞുവെന്നും ബർണർ മാറ്റിവെച്ചു എന്നുമൊക്കെ പറയപ്പെടുന്നുണ്ട്. ഇതാണ് ശാന്തയെ പ്രകോപിപ്പിച്ചത്. ഇവർ ഇൻസുലിൻ എടുക്കുന്നത് കൊണ്ട് തന്നെ ഇവർക്ക് വിശപ്പ് സഹിക്കാൻ കഴിഞ്ഞില്ല എന്ന് പറയുന്നുണ്ട്. മുൻപും ഇവർ തമ്മിൽ പല കാര്യങ്ങളിലും വാക്കുതർക്കമുണ്ടായിരുന്നു. നിസ്സാര കാര്യങ്ങൾ പോലും വലിയ തർക്കങ്ങൾക്ക് കാരണമാകാറുണ്ടായിരുന്നുവെന്ന് അയൽവാസികളും മൊഴി നൽകി. ശാന്തയെ സ്റ്റേഷനിലെത്തിച്ച് ചോദ്യം ചെയ്ത് അറസ്റ്റ് രേഖപ്പെടുത്തി. ജില്ലാ ആശുപത്രിയിൽ വൈദ്യപരിശോധനയ്ക്ക് വിധേയമാക്കിയ ശേഷം സംഭവ സ്ഥലത്തെത്തിച്ച് തെളിവെടുപ്പ് നടത്തുകയായിരുന്നു. വാക്കത്തി കണ്ടെടുത്തിട്ടുണ്ട്. തുടർന്ന് കോടതിയിൽ ഹാജരാക്കി റിമാൻഡ് ചെയ്തു. കരുളായി വാസുപ്പടിയിലെ രാജന്റെയും വത്സലയുടെയും മകളാണ് രജില.